തൃശൂർ ചേലക്കരയിൽ പകുതി തകർന്ന ഇരുനില കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ മാർക്കറ്റിന് എതിർവശത്തുള്ള കെട്ടിടമാണ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുള്ളത്. അപകട ഭീഷണി ഉയർത്തുന്ന ഈ ഒരു കെട്ടിടം പൊളിച്ചു നീക്കാൻ അധികാരികൾ എത്രയും പെട്ടെന്ന് തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത, സ്കൂൾ കുട്ടികളടക്കം നിരവധി കാൽനട യാത്രക്കാർ വേറെയും. സംസ്ഥാനപാതയിൽ പ്ലാഴി മാർക്കറ്റിന് എതിർവശത്തുള്ള കെട്ടിടം വാഹനയാത്രക്കാർക്കും ഒപ്പം കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി തല ഉയർത്തി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം തൃശൂർ കൊടകരയിൽ കെട്ടിടം തകർന്ന് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിക്കാനിടയായ സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വർഷങ്ങളായി റോഡിനോട് ചേർന്ന് പാതി തകർന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം പൊളിച്ചു നീക്കാൻ ചേലക്കര പഞ്ചായത്തോ മറ്റധികാരികളോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ചെറുവത്തൂർ പ്രിൻസിന്റെ വീടാണ് ഭീഷണിയായി നിൽക്കുന്നത്. അത് ജനങ്ങൾക്കും കുട്ടികൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഇതിൽ കൂടെ കടന്നു പോകുന്നവർക്കും ഭയങ്കര ഭീഷണിയായിട്ട് അത് നിൽക്കുന്നുണ്ട്. ഒരു കൊല്ലം മുമ്പ് ഇത് പൊളിച്ചു മാറ്റാനുള്ള സംവിധാനം എല്ലാ പഞ്ചായത്തിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ കാലപ്പഴക്കത്തെ തുടർന്ന് ദ്രവിച്ച് തകർന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ മേൽക്കൂര ഒടിഞ്ഞ് തൂങ്ങിയിട്ടുമുണ്ട്. കൊടകര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ട് കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തൃശൂർ.